ഹായ്, ഞാൻ ഡോക്ടർ നീമ. ഇന്ന് നമ്മൾ ഡയബറ്റീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഡയബറ്റീസ്? നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടാൻ ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. ഈ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറയുകയോ അതിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നത്. ഇതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ഡയബറ്റീസ് നമുക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ: ഒന്നാമതായി, നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ ഡയബറ്റീസ് വരാം. രണ്ടാമതായി, അമിതവണ്ണം, പ്രത്യേകിച്ച് വയറിന് താഴെയുള്ള കൊഴുപ്പ്. ഇവയൊക്കെ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. സാധാരണയായി ഡയബറ്റീസ് വരുന്ന ഒരാൾക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് അമിതമായ വിശപ്പ്, അമിതമായ ദാഹം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ് അമിതമായ ക്ഷീണം. പിന്നെ അനാവശ്യമായി വണ്ണം കുറയുക, നമ്മുടെ കാഴ്ച മങ്ങുന്നത് പോലെ നമുക്ക് തോന്നുക, പിന്നെ നമ്മൾ മുറിവുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ലേറ്റായി ഭേദമാവുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ചിലർക്കൊന്നും ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഡയബറ്റീസ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയോ ചെയ്യുക. ഡയബറ്റീസിന്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം. ശരിയായ ഉറക്കം, ശരിയായ വ്യായാമം, ശരിയായ ഭക്ഷണ രീതി, ഇവയൊക്കെയാണ് നമ്മൾ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റം. രണ്ടാമതായി, മരുന്നുകൾ. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സമയത്തിന് കഴിക്കുകയും അഥവാ ഇൻസുലിൻ അഡ്വൈസ് ചെയ്താൽ അത് സമയത്തിന് എടുക്കുകയും ചെയ്യുക. മൂന്നാമതായി, നിയമിതമായ പരിശോധനകൾ. നമ്മുടെ ബ്ലഡ് ഷുഗർ പരിശോധിക്കുക, HbA1c പരിശോധിക്കുക, പിന്നെ നമ്മുടെ കണ്ണുകൾ പരിശോധിക്കുക, നമ്മുടെ കിഡ്നി ഫങ്ഷൻ, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ പരിശോധിക്കുകയാണ്. ശരിയായ വ്യായാമം, ശരിയായ ഭക്ഷണം, ശരിയായ മരുന്ന്, ഇവയൊക്കെ ശരിയായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിനെ നിയന്ത്രിക്കാൻ പറ്റും. ഡയബറ്റീസ് തടയാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്: പ്രതിദിനം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക, നമ്മുടെ വണ്ണം നമ്മൾ നിയന്ത്രിക്കുക, പിന്നെ പഴം, പച്ചക്കറി പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, അമിതമായ മധുരം, എണ്ണ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ ഓർമ്മിക്കുക, മരുന്ന് മാത്രമല്ല, ജീവിതശൈലിയിലെ മാറ്റവും ഡയബറ്റീസിനെ തോൽപ്പിക്കും. നന്ദി.